നമസ്കാരം, എല്ലാവർക്കും കിസ്മിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ രുചികരമായ വറുത്തരച്ച ചൂരക്കറിയാണ് തയ്യാറാക്കുന്നത്. നല്ല ചൂട് കുത്തരിച്ചോറും ചൂരക്കറിയും ഒക്കെ അസാധ്യ രുചി ഉണർത്തുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വറുത്തരച്ച ചൂരക്കറി കൂടുതൽ രുചിയോടുകൂടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോഗ്രാം മീനാണ് ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കഷ്ണങ്ങളിലൊക്കെ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് ഈ ഒരു വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കുക. മറ്റ് ചേരുവകൾ 4 പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി, 5 ചെറിയ ഉള്ളി, പിന്നെ ഈ വലുപ്പത്തിലുള്ള 1 കഷ്ണം ഇഞ്ചി. ഇനി ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് 5 കഷ്ണം കുടംപുളിയാണ്. ഇത് നേരത്തെ തന്നെ കുതിർത്ത് വയ്ക്കാമെങ്കിൽ നമ്മുടെ മീൻകറി തിളയ്ക്കുമ്പോൾ തന്നെ കറിയിൽ പാകത്തിനുള്ള പുളി ഉണ്ടാകും. വറുത്തരയ്ക്കുന്നതിനായിട്ട് 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. തവ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. മിക്സിയിലൊന്ന് കറക്കിയിട്ടാണ് ഈ തേങ്ങ ചേർക്കുന്നതെങ്കിൽ ഇതെല്ലാം കൂടി നമുക്ക് ഒരുപോലെ തന്നെ വറുത്തെടുക്കാൻ പറ്റും. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് തേങ്ങയുടെ കളറ് കുറച്ചൊന്ന് മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ നല്ല ക്രിസ്പി ആയിട്ട് വന്നു കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ വീതം കാശ്മീരി മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറു ചൂടോടെ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ തന്നെ അരച്ചെടുക്കണം. അപ്പോഴേ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടുള്ളൂ. പിന്നെ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പം നമ്മൾ വറുത്ത തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് ഉലുവ ചേർക്കാം. ഇത് 1/4 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടില്ല, കുറച്ച് ഉലുവ ചേർത്താൽ മതി. ഉലുവ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റിയെടുത്ത് കഴിഞ്ഞ് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. പിന്നെ കുതിർത്ത് വെച്ച കുടംപുളി ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ച ജാറിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് തിളയ്ക്കുന്ന വരെ ഒന്ന് അടച്ചു വയ്ക്കാം. തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും മീൻ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഒരു 5 മിനിറ്റത്തേക്കൊന്ന് അടച്ചു വയ്ക്കാം. അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്നിട്ട് ചെറു തീയിലൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ച് തന്നെ നമുക്കിത് വറ്റിച്ചെടുക്കാം. എപ്പോഴും ചെറു തീയിൽ മീൻകറി വറ്റിച്ചെടുക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. എന്നിട്ട് കറി തിളച്ച് പാകത്തിന് കുറുകി വന്നു കഴിയുമ്പോൾ പാകത്തിനുള്ള ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. പോരെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. പുളി എന്നാലും കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഇറങ്ങും. പുളി അല്പം മുന്നിട്ട് നിന്നാലും കുഴപ്പമില്ല, അത് കഷ്ണത്തിലോട്ടൊക്കെ പിടിക്കുമ്പോഴേക്കും പാകത്തിനുള്ള പുളി ആയിക്കോളും. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായ ചൂരക്കറി റെഡി. ഇത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. തയ്യാറാക്കിയിട്ട് അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് മാത്രം ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യുക. ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ മീനിൽ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് കറി കൂടുതൽ ടേസ്റ്റി ആവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചൂരക്കറി തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണാം. നന്ദി.